ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചോക്ലേറ്റ് ബ്രൗണിയാണ്. അടിപൊളി എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല, അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ബ്രൗണീൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു ബ്രൗണിയാണ്. പിന്നെ ഈ ഒരു ചോക്ലേറ്റ് ബ്രൗണിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ചോക്ലേറ്റ് ആണ്. നമ്മളിപ്പോൾ ഇതിൽ എന്താ പറയുക, ട്രഷർ ഹണ്ടൊക്കെ നടത്തുന്ന പോലെ ചോക്ലേറ്റ് ഹണ്ട് നടത്താം. ഒരു പ്രത്യേക രസമാണ്, കഴിക്കാനാണെങ്കിലും അടിപൊളി ടേസ്റ്റുമാണ്. ഇതാണ് നമ്മുടെ ചിക്കൂസ് ഡൈൻ സ്പെഷ്യൽ ചോക്ലേറ്റ് ബ്രൗണീൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ബ്രൗണി എല്ലാവർക്കും ഉണ്ടാക്കാം, കാരണം ഓവനോ ബീറ്ററോ ക്രീമോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഒരു ബുദ്ധിമുട്ടുമില്ല, എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. അപ്പം ഇനി നമുക്ക് നല്ല അടിപൊളി ചോക്ലേറ്റ് ബ്രൗണീൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് ബ്രൗണി ഉണ്ടാക്കാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഡാർക്ക് കോമ്പൗണ്ട് ആണ്. അപ്പോൾ ഞാൻ ഒരു പീസ് മുറിച്ചെടുത്തിട്ട് ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യട്ടെ. ഇപ്പോൾ ഏകദേശം ഒരു 100 ഗ്രാമൊക്കെ ഉണ്ടാവും. ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് നമ്മൾ മെൽറ്റ് ചെയ്യുന്നത്. പലർക്കും ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ മെൽറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ഇപ്പോഴും പറയുന്നുണ്ട്. അത് നമ്മളിപ്പം എടുക്കുന്ന പാത്രവും സ്പൂണും ഒന്നും ഒട്ടും വെള്ളം ഇല്ലാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. എന്നിട്ട് അടിയിലുള്ള ആ പാത്രം വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം തീ വളരെ സിമ്മിലേക്ക് മാറ്റി വെക്കണം. സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മളിത് മെൽറ്റ് ചെയ്ത് എടുക്കാനായിട്ട്. ലൂസാവാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ അടുപ്പിൽ നിന്നൊന്ന് മാറ്റി പൊക്കി പിടിച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിപ്പം കുറേശ്ശെ മെൽറ്റായിട്ട് ഇതാ വരുന്നുണ്ട്. ഇളം ചൂടിലിരിക്കുമ്പോഴേ അത് മെൽറ്റായിട്ട് വരുള്ളൂ. അധികം ചൂടായാലും മെൽറ്റാവില്ല. ഇതപ്പം നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറും ചേർത്തിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ബട്ടറൊക്കെ നന്നായിട്ട് അങ്ങ് മെൽറ്റായിക്കോളും. ഇതിപ്പം നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. ഇതാണ് കേട്ടോ നമ്മുടെ ഓവൻ സെറ്റപ്പ്. ഇങ്ങനെ ഒരു നമ്മൾ സാധാരണ കേക്ക് ബേക്ക് ചെയ്യുന്ന അതേ പാത്രം തന്നെയാണിത്. ഇതൊരു സാധാരണ അലൂമിനിയം പാത്രമാണ്. അതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ സ്ക്വയർ ട്രേ ആയതുകൊണ്ട് അതിൻ്റെ മുകളിലേക്ക് ഞാനൊരു സ്റ്റീലിൻ്റെ അടപ്പ് വെച്ച് കൊടുക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നിൽക്കില്ല. ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലോ ഒരു 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. 2 മുട്ട ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് സമയത്ത് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് അടിച്ച് ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് അടിക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 കപ്പ് മൈദയാട്ടോ എടുക്കുന്നത്. 1 കപ്പ് എന്ന് പറയുമ്പോൾ 200 ml കപ്പാണ്. 120 ഗ്രാം മൈദയാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ കേക്ക് പോലെയല്ല, ബ്രൗണി എന്ന് പറയുമ്പം അതിൻ്റെ ടെക്സ്ചറൊക്കെ വ്യത്യാസമാണ്. കേക്ക് പോലെ നന്നായിട്ട് സോഫ്റ്റ് ഒന്നും ആയി പോകരുത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ, ബേക്കിംഗ് സോഡ ചേർക്കുന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. കാഡ്ബറീൻ്റെ കൊക്കോ പൗഡറാണ് കേട്ടോ. അതാണ് കുറച്ച് ഡാർക്ക് കളറുള്ളത്. ഏതായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കോഫി പൗഡറാണ്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. ബ്രൂവിൻ്റെ പാക്കറ്റില്ലേ, 2 രൂപയുടെ ഒരു ചെറിയ പാക്കറ്റ് വാങ്ങിച്ച് അത് 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കോഫി പൗഡർ ചോക്ലേറ്റിനും കൂടെ വരുമ്പോഴത്തേക്കും ഒരു വേറെ പ്രത്യേക ഒരു ടേസ്റ്റ് വരും. ഇനി ഇതിലേക്ക് നമുക്ക് 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ഒരു പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്ത് വെക്കാം. അപ്പോൾ 3 പ്രാവശ്യമൊന്നും അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോൾ അത് കേക്കല്ലല്ലോ, ബ്രൗണി അല്ലേ, ഒരുപാട് അങ്ങ് സോഫ്റ്റ് ഫ്ലഫി ആയി പോവരുത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടിയാൽ മതി. എന്നിട്ട് നമുക്കിത് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അടിച്ച് വെച്ചിരിക്കുന്ന മുട്ടയും പഞ്ചസാരയില്ലേ, അത് ഒഴിച്ച് കൊടുക്കാം. അത് ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റും ബട്ടറും കൂടെ ഉള്ളത് അത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഒഴിക്കാവുള്ളൂ. അതൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല കളറാണ്, നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഒഴിച്ച് ഇളക്കുന്ന സമയത്ത് കുറച്ചൊന്ന് തിക്കായതുപോലെ ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ട്രേ ഒന്ന് റെഡിയാക്കി വെക്കണം. ഇത് 6 ഇഞ്ച് വരുന്ന സ്ക്വയർ ട്രേ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. റൗണ്ട് ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബ്രൗണി എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്ക്വയർ ട്രേ എടുത്തുന്നുള്ളൂ. അപ്പോൾ വീട്ടിലെ ആവശ്യത്തിനൊക്കെ ആണെങ്കിൽ റൗണ്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് സൈഡിലൊക്കെ ഞാൻ ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ വെക്കുമ്പോൾ കുറച്ചൊന്ന് മുകളിലോട്ട് പൊക്കി വെക്കാൻ കേട്ടോ, 2 സൈഡ് മാത്രം. അപ്പോൾ നമുക്ക് പൊക്കി എടുക്കാനായിട്ട് കുറച്ച് എളുപ്പമുണ്ടാവും. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല.
ഇനി നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി കേട്ടോ, ഒരുപാട് ലൂസ് ആവരുത് ബാറ്റർ. കാരണം നമ്മുടെ ഈ ഒരു ബ്രൗണി എന്ന് പറയുന്നത് ഒരുപാട് കേക്കിൻ്റെ അത്രയ്ക്ക് സോഫ്റ്റ് ആവരുത്, എന്നാൽ ഒത്തിരി അങ്ങ് ഹാർഡായി കഴിക്കാൻ പറ്റാത്ത ഹാർഡും ആയി പോകരുത്. ഇത് പായി വരുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ തന്നെ കുറച്ചൊരു ക്രിസ്പി ആയിട്ട് കുറച്ചൊരു ക്രഞ്ചി ആയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ടാവും, തിന്നായിട്ടുള്ള ഒരു ലെയർ. പിന്നെ അടിയിൽ സോഫ്റ്റ് ആയിരിക്കും, എന്നാൽ ഒത്തിരി സോഫ്റ്റും ആയിരിക്കില്ല. അതാണ് നമ്മുടെ ബ്രൗണീൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒഴിച്ചിട്ടുണ്ട്. നമുക്കത് എല്ലായിടത്തോട്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അത്ര തിക്കായതുകൊണ്ട് സൈഡിലോട്ടൊക്കെ ഒന്നും കറക്റ്റായിട്ട് ആ ബാറ്റർ പോവില്ല. എല്ലാ സൈഡിലേക്കും ബാറ്റർ ഒന്ന് നീക്കി കൊടുക്കണം. ഇനി നമ്മളിതിലേക്കൊരു കാര്യം ചെയ്യുന്നുണ്ട്. ഡയറി മിൽക്കാണ്. ഡയറി മിൽക്ക് നമ്മളിതിൽ ഒളിപ്പിച്ച് വെക്കാൻ പോവാണ്. നമ്മൾ 9 പീസായിട്ടാണ് ബ്രൗണി കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 9 പീസ് ഓരോ കോർണറിലായിട്ടും ഏകദേശം ആ ഒരു കട്ട് ചെയ്ത് വരുമല്ലോ ആ ഒരു പോർഷനിൽ അങ്ങ് വെച്ച് കൊടുക്കാം. വെച്ചിട്ട് പതുക്കെ ഒന്ന് താത്തി കൊടുത്താൽ മതി. ഞാൻ ഒരു ഡയറി മിൽക്കിൻ്റെ ഒരു പീസ് എടുത്ത് 2ആയിട്ട് മുറിച്ചിട്ടാണ് വെക്കുന്നത്. കുറച്ചുകൂടി ചെറിയ പീസ് ആക്കണമെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. ബാറ്റർ കൊണ്ട് തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അതിപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാനായിട്ട്. ഡയറി മിൽക്ക് അല്ലേ ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നത്. ഡാർക്ക് കോമ്പൗണ്ട് ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഡയറി മിൽക്ക് ആണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഒരു 10 മിനിറ്റായിട്ട് പ്രീ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓവൻ സെറ്റപ്പാണ്. ഇനി നമുക്ക് കേക്കിൻ്റെ ട്രേ വെച്ച് കൊടുക്കാം. അത് വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റ് ബേക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 25 മിനിറ്റ് കൂടെ സിമ്മിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ അടപ്പ് കറക്റ്റായിട്ട് ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കൊടുക്കണേ. ഇതിപ്പം കറക്റ്റ് ആയിട്ടുണ്ട്. കേക്കിൻ്റെ ബ്രൗണീൻ്റെ ഒക്കെ നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട്. ആ ഒരു ടെക്സ്ചറൊക്കെ ഉണ്ടാകും. മോൾ ഭാഗമൊന്നും കേക്കിൻ്റെ ആ ഒരു ടെക്സ്ചറല്ല, ഒരു എന്താ പറയുക, ഒരു വരൾച്ച ബാധിച്ച സ്ഥലമില്ലേ, അതുപോലെ ആയിരിക്കും ഇതിൻ്റെ ആ ഒരു മോൾ ഭാഗം ഉണ്ടാവുക. എന്നാൽ താഴെ അങ്ങനെയല്ല കേട്ടോ. ചെറുതായിട്ടൊരു നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാം ചെറുതായിട്ടൊരു ക്രിസ്പി ആയിട്ട് നമുക്ക് തോന്നും. നമുക്കൊരു സ്ക്യൂർ വെച്ചൊന്ന് കുത്തി നോക്കാം. എന്നിട്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നുകൂടെ അടച്ചു വെച്ച് ബേക്ക് ചെയ്തെടുക്കണം. കാരണം എന്ന് വെച്ചാൽ തീയുടെ അനുസരിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ടൈം വ്യത്യാസം ഉണ്ടാവും. വേണ്ട, ഒട്ടും തന്നെ പറ്റി പിടിച്ചിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതുപോലെ വന്നതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രൗണി കഴിക്കുമ്പോൾ എല്ലാം വായിലെല്ലാം പറ്റി പിടിച്ച് വേവാത്ത പോലെയൊക്കെ ഇരിക്കും. ഇതിപ്പം കറക്റ്റായിട്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആയിട്ടുള്ളത് 25 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചു. അതിനുശേഷം 20 മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് വെച്ചത്. 20 മിനിറ്റ് ആയപ്പോൾ തന്നെ എനിക്ക് നല്ല കേക്കിൻ്റെ സ്മെല്ല് വന്നിരുന്നു. അപ്പോൾ ഞാൻ എടുത്തതാണ്. ഇനി നമുക്കിതെടുത്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഒരു ബ്രൗണി ഇതേപോലെ തന്നെ കഴിക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഗണാഷ് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ കാണാനൊരു ഭംഗിക്കും കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കൂട്ടാനും വേണ്ടി ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗണാഷ് ഒഴിക്കുന്നുണ്ട്. ഗണാഷ് ഒഴിക്കാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ നമ്മളതിന് വേണ്ടി ഒരു പാത്രം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലല്ല, ജസ്റ്റ് ഡയറക്റ്റ് അടുപ്പിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒന്ന് തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം സിമ്മിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു 100 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് ചേർത്ത് കൊടുക്കുകയാണേ. നേരത്തെ എടുത്ത പോലെ തന്നെ കട്ട് ചെയ്തിട്ട് എടുത്തതാണ്. പാലിന് പകരം വേണമെങ്കിൽ ഫ്രഷ് ക്രീം ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം ചേർക്കാം. ഏതായാലും കുഴപ്പമില്ല. ഇപ്പം എല്ലാവരുടെ അടുത്തും വിപ്പിംഗ് ക്രീം കിട്ടുന്നില്ല എന്നൊരു പ്രശ്നമൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പാലെടുത്തേ ഉള്ളൂ. ഡാർക്ക് കോമ്പൗണ്ട് ഇട്ട ഉടനെ ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്തിരുന്നിട്ട് ആ പാലിൻ്റെ ചൂടും പാത്രത്തിൻ്റെ ചൂടും കൊണ്ട് നമ്മുടെ ഡാർക്ക് കോമ്പൗണ്ട് മെൽറ്റ് ആയിക്കോളും. ഇളക്കി കൊടുത്തിരുന്നാൽ മതി. തീ ഓണാക്കി വെക്കരുത് കേട്ടോ. തീ ഒക്കെ ഓണാക്കി വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് ഇത് മെൽറ്റായി കിട്ടില്ല, കട്ടിയായി പോവുക ചെയ്യുക. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് എപ്പോഴും മെൽറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ വിചാരിക്കും തീ കൂട്ടിയിട്ടാൽ പെട്ടെന്ന് കൂടുതലായിട്ട് മെൽറ്റായി കിട്ടും, പെട്ടെന്ന് മെൽറ്റായി കിട്ടും. അങ്ങനെയൊന്നുമല്ല. തീ വളരെ കുറഞ്ഞ തീയിൽ അല്ലാന്നുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് വളരെ ചെറിയ ഒരു ചൂടിൽ വേണം നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. ചോക്ലേറ്റ് ആയാലും ഡാർക്ക് കോമ്പൗണ്ട് ആയാലും ഒക്കെ ഇതിപ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ബട്ടർ ചേർക്കുമ്പോൾ ഒരു ഗ്ലേസിങ് കിട്ടും, മാത്രമല്ല നല്ലൊരു ടേസ്റ്റുമാണ് ഈ ഒരു ഗണാഷിന്. ഇപ്പം നമ്മുടെ ബ്രൗണി നന്നായിട്ട് തണുത്തിട്ടുണ്ട്. കാണാനൊരു ലുക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. ബ്രൗണി എന്ന് പറഞ്ഞാൽ തന്നെ കാണാൻ അത്രയ്ക്ക് ഭയങ്കര ലുക്കൊന്നുള്ള ഒരു സംഭവമല്ല. പക്ഷേ ടേസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ ആ ഒരു പുറമേത്തെ ആ ഒരു ലെയർ തൊട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കുറച്ചൊരു ക്രഞ്ചി ആയിട്ടാണ് ഉണ്ടാവുക. ഇല്ലാത്ത പോർഷൻ ജസ്റ്റ് ഒന്ന് വെടിയിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പതുക്കെ നമുക്ക് സൈഡിലുള്ള ബട്ടർ പേപ്പറിൽ പിടിച്ച് അങ്ങ് പൊക്കിയെടുത്താൽ മതി. നമുക്ക് ബട്ടർ പേപ്പർ അങ്ങ് മാറ്റി കൊടുക്കാം. മോൾ ഭാഗം കണ്ടാതെ ഇതെല്ലാം തൊലിയൊക്കെ പൊളിഞ്ഞിരിക്കുന്ന ആ ഒരു പരുവം, അതാണ് ബ്രൗണീൻ്റെ ഒരു പെർഫെക്റ്റ് ടെക്സ്ചർ എന്ന് പറയുന്നത്. നമുക്കിത് കട്ട് ചെയ്തെടുക്കണം.
ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഗണാഷ് ഒഴിക്കണം. ഗണാഷ് ഒഴിക്കുന്നതിന് മുമ്പ് ഞാനൊരു വയർ റാക്കിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ സാധാരണ ഗണാഷ് ഒഴിക്കുമ്പോൾ ഒരു പാത്രത്തിൻ്റെ മുകളിൽ വെക്കില്ലേ, ചെറിയൊരു പാത്രം, അതുപോലെ ഒരു പാത്രത്തിൻ്റെ മുകളിൽ വെച്ചിരുന്നാലും മതി. ഒരു പ്ലേറ്റിൽ ഒരു ചെറിയ പാത്രം വെച്ച് അതിൻ്റെ മുകളിൽ വെച്ചിരുന്നാലും മതി. കാരണം ഈ ബ്രൗണി എന്ന് പറയുന്ന കേക്ക് പോലെയല്ല, അതിന് കുറച്ച് സ്റ്റിഫായിട്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് അങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഗണാഷ് ഒഴിച്ചു കൊടുക്കാം. ഗണാഷ് എല്ലായിടത്തായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിതൊന്ന് കട്ട് ചെയ്യാണ്. കട്ട് ചെയ്യുന്ന സമയത്ത് സെയിലൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അളവൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട്. സ്കെയിൽ വെച്ചിട്ട് ലെങ്ത്ത് നോക്കിയിട്ട് അത് ഈക്വലായിട്ട് പ്ലേറ്റിൻ്റെ മേലെ ചെറുതായിട്ട് ചോക്ലേറ്റ് ഉണ്ടെന്ന് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ വീട്ടിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കറക്റ്റായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ 9 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഞാനൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒരുപാട് സമയം വെക്കരുത്. കേക്ക് പോലെയല്ല, ബ്രൗണി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹാർഡായി പോകും. ഇനി നമുക്കിതിൻ്റെ മുകളിലൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് കോമ്പൗണ്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കട്ടെ. ഡാർക്ക് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്ത പോലെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കും. തീ ഒന്ന് കുറച്ച് വെച്ച് മെൽറ്റാക്കി എടുക്കുക. അതിപ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സ്പൂൺ വെച്ച് തന്നെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പക്ഷേ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുക്കുകയാണ്. ഇനി നമുക്ക് സിഗ്സാഗ് ആയിട്ട് ആ വൈറ്റ് കോമ്പൗണ്ട് കൊണ്ടൊന്ന് വരച്ചു കൊടുക്കാം. ഒന്നുമില്ല, എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഇതെന്ന് വെച്ചാൽ നമുക്ക് സെറ്റ് എഴുതാൻ അറിയാമെങ്കിൽ ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസൈനാണ്. പൈപ്പിംഗ് ബാഗ് ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, മിൽമേൻ്റെ ഒക്കെ കവർ ഉണ്ടാവുമല്ലോ, അതൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി തുടച്ചിട്ട് അതിൽ ഒഴിച്ചിട്ട് ഡിസൈൻ ചെയ്യാൻ എന്തായാലും മതി. ഇനി ഈ ഡിസൈൻ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യാം കേട്ടോ. പക്ഷേ ബ്രൗണി എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ പീസും സ്പെഷ്യലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത്. നല്ല ഭംഗിയില്ല കാണാനായിട്ട്, അടിപൊളിയായിട്ടുണ്ട് കാണാൻ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പം 9 പീസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 9 ബ്രൗണിയാണ്. ഇതിപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ 100 രൂപ വരെയാണ് ഒരു പീസ് ബ്രൗണിക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സെയിൽ ചെയ്യുന്നവർ ഒരു 50 രൂപ മുതൽ 100 രൂപയ്ക്ക് ഇടയ്ക്ക് ഇഷ്ടമുള്ള റേറ്റ് വാങ്ങിക്കാം. നിങ്ങളുടെ ആ ഒരു ഏരിയയ്ക്ക് അനുസരിച്ചൊക്കെ റേറ്റ് വാങ്ങിക്കാം. നമ്മളിത് മുറിക്കുന്ന സമയത്ത് കുറച്ച് ഹാർഡാണോ എന്ന് തോന്നും. അങ്ങനെയൊന്നും അല്ല കേട്ടോ. കഴിക്കുന്ന സമയത്ത് ശരിക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും. നല്ല മോയ്സ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രൗണിയാണിത്. അപ്പോൾ ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ചോക്ലേറ്റി ആയിട്ടുള്ള നല്ല ചോക്ലേറ്റ് ആയിട്ടുള്ള ഒരു ബ്രൗണിയാണ് കേട്ടോ. ചോക്ലേറ്റ് ബ്രൗണി അടിപൊളി ടേസ്റ്റ് ആട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി ഞാനത് ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ടെക്സ്ചർ എങ്ങനെയാണെന്ന്. അതൊക്കെ ഉണ്ടോ, നല്ല സോഫ്റ്റായിട്ട് തന്നെയാണുള്ളത്. ആ ഒരു കേക്കിൻ്റെ ആ ഒരു ടെക്സ്ചറല്ല, ആ ഒരു സോഫ്റ്റായിട്ട് ഭയങ്കരമായിട്ട് ഫ്ലഫി ആയിട്ടില്ല. എന്നാൽ അതേ സമയത്ത് നല്ല സോഫ്റ്റാണ്, നല്ല മോയ്സ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ലൊരു ടെക്സ്ചറുമാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഇപ്പോൾ വായിലിടുന്ന സമയത്ത് വായിലങ്ങ് പറ്റിപ്പിടിച്ചിട്ട് അങ്ങനെയൊന്നും ആവുന്നുമില്ല. പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് എടുത്ത് ഉടനെ തന്നെ കഴിക്കുകയും ചെയ്യരുത്. ഉടനെ തന്നെ കഴിക്കുമ്പം അത് കുറച്ച് ഹാർഡായിരിക്കും. കാരണം നമ്മൾ ഡാർക്ക് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്ത് ചേർത്തിരിക്കുക. അത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും കട്ടിയാകും. അപ്പോൾ അതുകൊണ്ട് നാളെയൊക്കെ കഴിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്ത് 1 മണിക്കൂർ മുമ്പ് ഒന്നെടുത്ത് പുറത്ത് വെച്ചിട്ട് കഴിക്കുകയായിരിക്കും നല്ലത്. ഇനി നമുക്കിതാ നമ്മുടെ ട്രഷർ ഹണ്ട് അല്ല, നമ്മുടെ എന്താ പറയുക, ചോക്ലേറ്റ് ഹണ്ട് നടത്തണ്ടേ. അത് ഞാനൊന്ന് കടിച്ച് നോക്കട്ടെ. കണ്ട ഡയറി മിൽക്ക് ഉള്ളിലിരിക്കുന്നത്. അത് ഞാൻ ഒരു പീസും കൂടെ കടിക്കട്ടെ. നമ്മൾ കുറച്ച് നീളത്തിലുള്ള പീസല്ലേ വെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കടിക്കും തോറും അതിൻ്റെ അകത്തുനിന്ന് ആ ചോക്ലേറ്റ് ഇങ്ങനെ കാണാൻ പറ്റും. ഒരു പ്രത്യേക സുഖമാട്ടോ. അത് കഴിച്ചാൽ തന്നെ മനസ്സിലാവുള്ളൂ. തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ചെയ്യാൻ മറന്നു പോകരുത്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു ചോക്ലേറ്റ് ബ്രൗണിയുടെ. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ ഒരാൾ കുറേ പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആളുടെ പേരാണ് സൽമാ ഫിറോസ്. സൽമാ ഫിറോസിന് പ്രിയപ്പെട്ട ആർക്കോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്ലീസ് ഇടുമോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ മനഃപൂർവ്വമല്ല ഒന്നും വൈകിക്കുന്നത്. കാരണം ഓരോരുത്തരുടെ ആവശ്യവും ഇങ്ങനെ ചെയ്ത് വരില്ലേ. അപ്പം അങ്ങനെ കുറച്ച് വൈകുന്നതെന്നേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഒരു ചോക്ലേറ്റ് ബ്രൗണി നമ്മുടെ സൽമാ ഫിറോസിന് ഡെഡിക്കേറ്റ് ചെയ്യാണ്. സൽമാ ഫിറോസിന്റെ പ്രിയപ്പെട്ട ആൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ കഴിഞ്ഞില്ലേ നമ്മുടെ ചിക്കൂസ് ടൈം സ്പെഷ്യൽ ചോക്ലേറ്റ് ബ്രൗണി. പ്രത്യേകിച്ച് കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും കേട്ടോ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും stay happy, stay positive. Bye.